നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയുള്ള സിപിഎമ്മിന്റെ സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്ന് ആരംഭിക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്നും സംസ്ഥാന കമ്മിറ്റി യോഗം നാളെയും നടക്കും. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, നിലമ്പൂരിലുണ്ടായ തോൽവി വിശദമായി തന്നെ പഠിക്കാനും പരിശോധിക്കാനും ഒരുങ്ങുകയാണോ സിപിഎം? ഇന്നിപ്പോൾ നേതൃയോഗങ്ങൾ ചേരുകയാണല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? 2 ദിവസം നീണ്ടു നിൽക്കുന്ന സിപിഎം സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയുമാണ് ഇന്നു മുതൽ തുടങ്ങുന്നത്. സിപിഎം സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി അടക്കമുള്ള കാര്യങ്ങൾ സിപിഎം സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. അതിൽ സിപിഎമ്മിന് ഭരണവിരുദ്ധ വികാരം കൊണ്ടല്ല തോൽവി ഉണ്ടായത് എന്നുള്ള വിലയിരുത്തലാണ് സിപിഎം ഉള്ളത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നുവെങ്കിൽ 60,000-ൽ പരം വോട്ടുകൾ ലഭിക്കില്ലായിരുന്നു എന്നുള്ള വിലയിരുത്തൽ സിപിഎമ്മിന് ഇതിനോടകം തന്നെയുണ്ട്. പക്ഷേ അതടക്കമുള്ള കാര്യങ്ങളിൽ ഇന്നിപ്പോൾ സിപിഎം സെക്രട്ടേറിയറ്റും നാളെ ചേരുന്ന സംസ്ഥാന കമ്മിറ്റിയും ഇക്കാര്യങ്ങളൊക്കെ വിലയിരുത്തും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് PV അൻവറിന്റെ ഇഫക്ട് ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ടോ, ഇടതുമുന്നണിയുടെ വോട്ടുകൾ PV അൻവർ പിടിച്ചിട്ടുണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യും. അൻവർ എഫക്ട് ആയിരിക്കും പ്രധാനമായിട്ടും ചർച്ച ചെയ്യുക. അതോടൊപ്പം തന്നെ നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ പൂർണ്ണമായിട്ട് നിർദ്ദേശങ്ങൾ കീഴ്ഘടകങ്ങൾക്ക് നൽകാനുള്ള നിർദ്ദേശവും ഇന്ന് ചേരുന്ന സിപിഎം സെക്രട്ടേറിയറ്റിലും നാളെ ചേരുന്ന സംസ്ഥാന കമ്മിറ്റിയിലും ഉണ്ടാകും. ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവി പഠിക്കുകയാണ് സിപിഎം നേതൃയോഗങ്ങളുടെ പ്രധാന അജണ്ട. ഇന്നും നാളെയുമായിട്ടാണ് നേതൃയോഗങ്ങൾ ചേരുന്നത്. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. മടങ്ങിയെത്താം ഇടവേളയ്ക്ക്.